സുഹൃത്തുക്കളെ, ഇന്ന് സംസാരിക്കുന്നത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ കേന്ദ്ര നിലപാടുകൾ മൂലം 5 വർഷത്തിൽ ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. നികുതി വിഹിതത്തിൽ വരുത്തിയ കുറവ്, വായ്പ എടുക്കുന്നതിൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്, GST നഷ്ടപരിഹാരം നിർത്തലാക്കൽ തുടങ്ങിയവയിലൂടെ പ്രതിവർഷം 50,000 കോടിയിലേറെ രൂപയുടെ വരുമാന സാധ്യതകളാണ് കേരളത്തിന് നിഷേധിക്കപ്പെട്ടത്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളടക്കം വിവിധ മേഖലകൾക്ക് മാറ്റിവെക്കേണ്ട തുക 30,000 കോടി രൂപയിൽ താഴെ മാത്രമാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട തുക മുഴുവൻ ലഭിച്ചിരുന്നുവെങ്കിൽ ഏതാണ്ട് 2.25 ലക്ഷം കോടി രൂപയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി ഈ 5 വർഷത്തെ കാലയളവിൽ സർക്കാരിന് സാധ്യമാക്കാൻ കഴിയുമായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നടപ്പിലാക്കിയ GST നിരക്ക് മാറ്റവും അമേരിക്കയുടെ പകരച്ചുങ്ക നയം മൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്ര മുന്നേറ്റത്തിനുള്ള ആസൂത്രണവും നിർവഹണവുമാണ് മുന്നോട്ട് പോകുന്നത്. GST നടപ്പിലാക്കിയപ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ നികുതി അധികാരങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. GSTയിൽ 14% വാർഷിക വരുമാന വളർച്ച വാഗ്ദാനമുണ്ടായിരുന്നു. എന്നാൽ GST നിരക്കുകളിൽ കേന്ദ്രം വരുത്തിയ വെട്ടിക്കുറക്കലുകൾ സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചു. ഇപ്പോൾ 2019 178 ഇനങ്ങളുടെ നികുതി കുറച്ചു. ഇപ്പോഴത്തെ കുറവ് വഴി ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് 5,000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടാവും. പ്രതിവർഷം ശരാശരി 10,000 കോടി രൂപയെങ്കിലും GST കുറവുണ്ടാവും. എന്നാൽ ഈ നികുതി കുറവ് കൊണ്ട് സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടാവുന്നില്ല. വൻകിട കമ്പനികൾക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. നികുതി വിഹിതത്തിന് വലിയ നഷ്ടം കേരളത്തിനുണ്ടാകുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ 1.92% നികുതി വിഹിതമാണ് നിശ്ചയിച്ചത്. 14ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 2.5% ലഭിച്ചിരുന്നു. 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.875% നമ്മുടെ വിഹിതം. ഈ വർഷം നമുക്ക് കേന്ദ്ര നികുതി വിഹിതമായി കിട്ടുന്നത് ഏതാണ്ട് 27,000 കോടി രൂപയാണ്. എന്നാൽ 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്തെ വിഹിതം അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ വർഷം 54,000 കോടി രൂപയാണ് കിട്ടേണ്ടിയിരുന്നത്. പബ്ലിക് അക്കൗണ്ട്സിലെ നിക്ഷേപത്തിൻ്റെയും കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവ മുൻകാലങ്ങളിൽ എടുത്ത കടത്തിൻ്റെയും പേരിൽ ഇപ്പോൾ നമ്മുടെ വായ്പ അനുവാദത്തിൽ നിന്ന് വെട്ടിക്കുറവ് വരുത്തുന്നു. ഇതുമൂലം കിഫ്ബിയുടെ ധനസ്രോതസ്സുകൾ തടയപ്പെടുന്ന അവസ്ഥയാണ്. ഈ വർഷം 10,000 കോടി രൂപയെങ്കിലും കിഫ്ബിക്ക് നൽകുന്നത് സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നാണ്. കേരളം കടക്കിളിയിലാണെന്ന വാദം ശരിയല്ലെന്ന് CAG തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൻ്റെ കടം അപകടാവസ്ഥയിലല്ലെന്നും എടുക്കുന്ന വായ്പ മൂലധന ചെലവുകൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും CAG റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും RBIയും നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേരളം കടമെടുക്കുന്നത്. ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ കടം 6 ലക്ഷം കോടിയാകുമെന്ന് ചിലർ പ്രചരിപ്പിച്ചത്. എന്നാൽ 4.74 ലക്ഷം കോടിയെ കടമെത്തൂ എന്ന് CAGയുടെ കണക്കുകൾ അടക്കം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ സർക്കാരും അധികാരത്തിൽ കയറുമ്പോഴുള്ള കടത്തിൻ്റെ ഇരട്ടിയായിരിക്കും കാലാവധി പൂർത്തീകരിക്കുമ്പോഴുള്ള കടം. VS സർക്കാരിൻ്റെ കാലത്ത് 78,673 കോടി രൂപയായിരുന്നു കടം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത് 1.57 ലക്ഷം കോടിയായി ഉയർന്നു. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാലാവധി പൂർത്തിയാക്കിയപ്പോൾ 2.96 ലക്ഷം കോടിയായിരുന്നു കടം. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് 6 ലക്ഷം കോടി ആകുമെന്നായിരുന്നു അനുമാനം. എന്നാൽ 4.74 ലക്ഷത്തിലെത്തു. അതായത് 5 വർഷത്തിൽ വായ്പയിൽ മാത്രം 1.25 ലക്ഷം കോടി രൂപയുടെ വരുമാന കുറവാണ് നമുക്കുണ്ടായത്. ഈ വരുമാന നഷ്ടങ്ങൾക്കിടയിലും നമുക്ക് ചെലവ് ശരാശരി 1.17 ലക്ഷം കോടി രൂപയിൽ നിന്ന് 1.74 ലക്ഷം കോടിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഈ വർഷം നമുക്ക് തനത് വരുമാനം 1 ട്രില്യൺ രൂപയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ വൻതോതിൽ തനത് നികുതിയിതര വരുമാനം ഉയർത്തിയാണ് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു കുറവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സംസ്ഥാന ബഡ്ജറ്റിന് തുല്യമായ തുകയ്ക്കുള്ള പണക്രയവിക്രയങ്ങൾ ധനവകുപ്പിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും അനുബന്ധ വകുപ്പുകളും നടത്തുന്നുണ്ട്. ഇത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിക്കുന്നു. ഇപ്പോൾ KSFEയുടെ വാർഷിക ബിസിനസ് 1.04 ലക്ഷം കോടി രൂപയായി. KFCയുടെ വിറ്റുവരവ് ഈ വർഷം 10,000 കോടിയിൽ എത്തുകയാണ്. ഇപ്പോൾ ലോട്ടറിയിലും സ്റ്റേറ്റ് ഇൻഷുറൻസിലും ദേശീയ സമ്പാദ്യ പദ്ധതിയിലുമൊക്കെ മികച്ച നേട്ടം കൈവരിക്കാനാവുന്നു. സ്റ്റാർട്ടപ്പ്, കാർഷിക, MSME മേഖലകൾക്ക് KFC വലിയ പിന്തുണയാണ് നൽകുന്നത്. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ ഈ മുന്നേറ്റത്തിനൊപ്പം നമ്മുടെ ഭാവി പരിപാടികളിലും വലിയ മാറ്റം ആവശ്യമാണ്. ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമാനതകളില്ലാത്ത അവസരമാണ് കേരളത്തിന് തുറന്നു നൽകിയിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള തോട്ടം മേഖലകളിലെ ഭൂമിയടക്കം നമുക്ക് ഉപയോഗയോഗ്യമാക്കാനാവണം. പഴം, പച്ചക്കറികളുടെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനവും സംസ്കരണവും ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്കായി തോട്ടം ഭൂമി ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പൊതു ചർച്ചയും തീരുമാനങ്ങളും ഉയർന്നു വരേണ്ടതുണ്ട്.
കട്ട് ഫ്ലവർ, കട്ട് ലീഫ് തുടങ്ങിയവ അടക്കമുള്ളവയുടെ കയറ്റുമതിക്കും മറ്റും വിഴിഞ്ഞം തുറന്നു തരുന്ന സാധ്യത വളരെ വലുതാണ്. ഇപ്പം കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകളും രീതികളും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. സംഭരണശാലകൾ, അസംബ്ലിംഗ് യൂണിറ്റുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പാദന കേന്ദ്രങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വലിയ തോതിൽ വിദ്യാർത്ഥികളെ എത്തിക്കാൻ കഴിയണം. അതിനായി സംസ്ഥാനത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി രൂപപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളുടെ സഹകരണമടക്കമുള്ള കാര്യങ്ങളും ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെടണം. നമ്മുടെ വിപുലമായ ആരോഗ്യ മേഖലകളുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാനാകണം. മുതിർന്ന പൗരന്മാർക്കായി നാം തുടങ്ങിയ ന്യൂ ഇന്നിങ്സ് പദ്ധതി ഒരു ലോക മാതൃകയാണ്. അതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ ശാക്തീകരണത്തിന് വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവയ്ക്കൊപ്പം വർക്ക് നിയർ ഹോം പോലുള്ള സൗകര്യങ്ങളും വിപുലീകരിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങൾ നിലനിർത്തുന്നതിന് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നേ മതിയാകൂ. പല മേഖലയിലും നമ്മൾ നേടിയിട്ടുള്ള മുന്നേറ്റം നമുക്ക് കിട്ടേണ്ട സാമ്പത്തിക അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. നാടിൻ്റെ നാളേക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ധനസ്രോതസ്സുകളാണ് നഷ്ടപ്പെടുത്തുന്നത്. അത് നമുക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനാവണം.